പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. കാരണം ഞാൻ ഇതുവരെ എവിടെ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല ആരും ഉണ്ടാക്കിയിട്ടത്. അപ്പോൾ ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നമ്മുടെ കക്കപ്പം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കാം. നമ്മൾ ഇങ്ങനത്തെ ഒരു നല്ല പഴുത്തിട്ടുള്ളൊരു നേന്ത്രപ്പഴം എടുക്കുക. സാധാരണ ഇങ്ങനത്തെ പഴമൊന്നും ഇങ്ങനത്തെ കളറൊന്നും ആയാലും ആരും കഴിക്കില്ലല്ലോ, കുട്ടികൾ പോലും കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇങ്ങനത്തെ പഴം ഉണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ 4 ഭാഗമാക്കിയിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കരിഞ്ജീരകം, കറുത്ത ജീരകമില്ലേ, നല്ല സ്മെല്ലുള്ള, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, പൊടി വാട്ടാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ 1 കപ്പ് അരിപ്പൊടിയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഈ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ നൈസ് പത്രിക്ക് പൊടി വാറ്റൂലേ, അതുപോലെ തന്നെ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോകണ്ട, കാരണം ഇത് പൊരിക്കുന്ന സമയത്ത് എണ്ണ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രം പൊടി ഈ വെള്ളം കാണുന്നില്ലെങ്കിൽ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും വെള്ളമായിക്കോളും. അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ പൊടി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പം അതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ കേട്ടോ. ഇനി ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് ഉപ്പ് ചേർത്ത വെള്ളം കേട്ടോ. അപ്പോൾ ഇത് കൈ നനച്ചിട്ട് വേണം നമ്മളിങ്ങനെ കുഴച്ചെടുക്കാൻ. അതാണ് ഞാൻ പറഞ്ഞ വാട്ടുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകരുതെന്ന്. അപ്പോൾ നമ്മൾ കൈ നനച്ച് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ജസ്റ്റ് ആ ഉപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൈ ഇതാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് കിട്ടും. നൈസ് പത്രിക്കാണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നൈസ് പത്രി കിട്ടും. അപ്പോൾ ഇനി നമുക്കൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് ഓയിലാണ്. ഓയിൽ എടുത്ത് വെക്കുന്നത് കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമ്മൾ റോൾ ചെയ്തിട്ട് അമർത്തുന്ന സമയത്ത് കയ്യിലാവാതിരിക്കാൻ. കയ്യിൽ മൊത്തം നമ്മൾ ഈ ഓയിൽ തേച്ച് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് കൈയിൻ്റെ ഉള്ളിലിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് കൈയിൻ്റെ ഉള്ളിലിട്ട് ഉരുട്ടിയിട്ട് ഈ ഒരു ഇടത്തെ കൈയിൻ്റെ തള്ളവിരലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ വലത്തെ കൈയിൻ്റെ നടുഭാഗം കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ എന്താവും, നല്ലൊരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും. ഈ അറ്റത്തേക്കുള്ള ഭാഗം കുറച്ച് നൈസായിട്ടും നടുഭാഗം കുറച്ചൊരു തിക്കായിട്ട്, പക്ഷേ ഓവർ തിക്കാവരുത്. നടുഭാഗം നമ്മൾ അത്യാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാ മാവും അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഓരോ ഷേപ്പിലെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. അപ്പോൾ അത് ഏകദേശം ഇതൊരു വള രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഇങ്ങനെ ആക്കി വെക്കാം. ആക്കി വെച്ചതിന് ശേഷം നമ്മളൊരു ബോക്സിൽ, നല്ല ടൈറ്റായിട്ടുള്ളൊരു ബോക്സിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പൊരിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മുടെ ഈ സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡിന് ശേഷം മാത്രം എന്താക്കുക, ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു 1 മിനിറ്റ് കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ.
ഒരുപാട് സമയം ഈ ഭാഗം തന്നെ വെക്കരുത്, അപ്പം ജസ്റ്റ് ഒന്ന് പൊന്തി വന്നിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ കഴിയില്ല. ഇത് നന്നായിട്ട് മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഓരോ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ മറിച്ചിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല കളറായി. ഇപ്പം കണ്ടെന്ന് പൊന്തി വന്നിട്ടുണ്ട്, നടുഭാഗം നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓരോ ഭാഗം ഒന്ന് ഒരു ബ്രൗൺ കളറ് ആയിട്ട് വന്നാൽ നമുക്ക് എടുക്കാം. ഒരുപാട് ഡാർക്ക് ആവണ്ട, ഒരു ബ്രൗൺ കളർ, ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ നമുക്കെടുക്കാം. ഇപ്പം നമ്മളെ കക്കപ്പം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താണ് ഇതിൻ്റെ പേരിങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. അമ്മ വണ്ടേ ഉണ്ടാക്കി തരുന്ന സമയത്ത് കക്കപ്പം എന്നാണ് പറയൽ. അപ്പോൾ പിന്നെ നമ്മളും കക്കപ്പമായി. ഉമ്മാൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, ആ ജീരകത്തിൻ്റെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ വള ഷേപ്പിലുണ്ടാക്കിയതും അതുപോലെ തന്നെ ഇത് പെട്ടെന്നായി കിട്ടും. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊരിച്ച് കിട്ടും. അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.